അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഡേറ്റ് ഒക്കെ നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറയാൻ തോന്നുന്നു. വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് 100 ദിവസം ഏകദേശം ആയി കേട്ടോ. മാർച്ച് 15-നാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 100 ദിവസമായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം ജോലിയുടെ കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സമയം മാനേജ് ചെയ്യലൊക്കെ കുറച്ച് ഇനീഷ്യൽ സ്റ്റേജൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സമയമൊക്കെ ശ്രദ്ധിക്കണമല്ലോ. വീഡിയോ പിന്നീട് എഡിറ്റ് ചെയ്യണം, അതിൽ വോയിസ് ഓവർ കൊടുക്കാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ കാര്യം ചെയ്തതിൽ. കാരണം എന്നെക്കൊണ്ട് ഒരു 100 ദിവസം ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. മുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവായിട്ട് ഒരു കാര്യം എടുക്കുന്ന സമയത്ത് അതൊരു മേ ബി ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഡൗൺ ആവും. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ 100 ദിവസം തികച്ചു. ഇത് കഴിഞ്ഞ ഉടനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം അത്ര സിമ്പിൾ അല്ല എന്നെല്ലാവരും മനസ്സിലായി. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഓരോ കാര്യത്തിനെ പറ്റി ചിന്തിക്കുക. ജോലി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ജോലിൻ്റെ കൂടെ അല്ലാതെ ഇത് മാത്രം ചെയ്യുന്നുണ്ട്. പക്ഷേ ജോലി ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എഫേർട്ട് വേണം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മറ്റുള്ളവരുടെ എഫേർട്ടും കൂടി ഇപ്പം മനസ്സിലായി തുടങ്ങി. കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അവരുടെ സൈഡിൽ എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതും കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ തോന്നി കേട്ടോ. വെരി ഹാപ്പി. എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ചില കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം. ഗുഡ് ബൈ.